Hey fellow travelers, welcome back to പർവ്വതമലൈ പാർട്ട് 2. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ട് ഇപ്പോൾ കണ്ടിട്ട് വരിക. ഈ പാർട്ടിൽ നമ്മൾ കടലാട് റൂട്ടിൻ്റെ ഫൈനൽ ഫേസിനെ പറ്റിയും തെന്മതിമംഗലം റൂട്ടിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പർവ്വതമല ട്രക്കിങ്ങിലെ ടഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള കടപ്പാറ പാത കഴിഞ്ഞാൽ പിന്നീടെത്തുന്ന തേർഡ് ആൻഡ് ഫൈനൽ ഫേസാണ് ഇടുക്കുപാറ. തമിഴിലും മലയാളത്തിലും നാരോ ഗ്യാപ്പ് അഥവാ ഇടുക്ക് എന്ന വാക്കിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ പേര്. വലിയ രണ്ട് പാറകൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ഒരാൾക്ക് മാത്രമാണ് കഷ്ടിച്ച് നടക്കാൻ സാധിക്കുന്നത്. ഇടുങ്ങിയ വഴി കഴിഞ്ഞാൽ ഉടനെ തന്നെ വിസ്തൃതമായ മലമുകളിലേക്കും പർവ്വതമല ക്ഷേത്രത്തിലേക്കും പ്രവേശിക്കാം. സ്വർഗത്തിലേക്കുള്ള ഗോവണി അഥവാ ലാഡർ ടു ദ ഹെവൻ എന്ന പല സഞ്ചാരികളും ഈ വഴി വിശേഷിപ്പിക്കാറുണ്ട്. കടപ്പാറപ്പാറ കയറുന്നതിനേക്കാൾ പാടാണ് 80 മുതൽ 90 ഡിഗ്രി വരെ ചെരിവുള്ള കുത്തനെയുള്ള ഈ ഇറക്കങ്ങൾ ഇറങ്ങുന്നത്. മലയിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും വേറെ വേറെ വഴികളാണ് ഉള്ളതെങ്കിലും തെന്മതിമംഗലം റൂട്ടിൽ നിന്ന് വരുന്നവർക്കും കടലാടിയിൽ നിന്ന് വരുന്നവർക്കും അവസാനത്തെ ഈ രണ്ട് ഫേസുകൾ സെയിമാണ്. ഉയരം പേടിയുള്ളവരോ BP-യോ മുട്ടുവേദനയോ പോലുള്ള അസുഖങ്ങളുള്ളവരോ ഈ സ്ഥലം ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. തിരിച്ചിറങ്ങുന്ന വഴി ജവാദ് ഹിൽസിൻ്റെയും തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെയും നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെയാണ് പർവ്വതമല. അതുകൊണ്ട് തന്നെ അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ കണക്കാക്കുന്നില്ലെങ്കിലും പ്രോപ്പർ റെസ്റ്റിങ്ങും പേഷ്യൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ തെന്മതിമംഗലം റൂട്ടാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് മൊത്തത്തിൽ 4 ഫേസായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സഞ്ചാരികളും തീർത്ഥാടകരും കൂടുതലായി ചൂസ് ചെയ്യുന്നതും ഈ വഴി തന്നെയാണ്. കടലാട് റൂട്ടിനെ സംബന്ധിച്ച് കൂടുതൽ മാർക്കിങ്ങുകളും മാൻമെയ്ഡ് സ്റ്റെപ്സുമാണ് ഈ റൂട്ട് സഞ്ചാരികൾ ഒരു ഫസ്റ്റ് ഓപ്ഷനായി തിരഞ്ഞെടുക്കാൻ കാരണം. അതിൽ ആദ്യത്തെ ഫേസ് വരുന്നത് തെന്മതിമംഗലം ഗ്രാമത്തിൽ തുടങ്ങി വീരഭദ്രൻ ക്ഷേത്രം വരെയുള്ള ഏകദേശം 1.5 കിലോമീറ്ററോളം നീളം വരുന്ന നിരപ്പായ പാതയാണ്. അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണവും കുടിവെള്ളവും അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് ഏകദേശം 1.5 കിലോമീറ്ററോളം നീളമുള്ള കടലാടി ജംഗ്ഷൻ വരെ വരുന്ന 1200ഓളം സ്റ്റെപ്പുകളുള്ള സെക്കൻഡ് ഫേസാണ്. അവിടെ നിന്ന് കാട്ടിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ചെറിയ കയറ്റം കയറി ചെല്ലുന്നത് കടപ്പാറപ്പാതയുടെ ബേസിലേക്കാണ്. ഇവിടെ വെച്ച് തെന്മതിമംഗലം റൂട്ടും കടലാട് റൂട്ടും ഒന്നിക്കുകയും ബാക്കി 2 ഫേസുകളും 2 റൂട്ടിനും കോമൺ ആവുകയും ചെയ്യുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കടലാടിയിൽ നിന്നും തിരിച്ചിറങ്ങിയത് തെന്മതിമംഗലം റൂട്ടിലൂടെയുമാണ്. തെന്മതിമംഗലത്ത് നിന്നും പ്രധാന ബസ് സ്റ്റോപ്പുകളിലേക്ക് ഷെയർ ഓട്ടോസ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോയിൽ കാണാം.